മീനു, അവിടത്തെ അന്തേവാസികളുടെ പേര് എഴുതിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തോ? എഴുതിയില്ല, പക്ഷെ എടുത്തു മനസ്സില്. മറന്നു പോവില്ല മീനു. മറവിയോ? എനിക്കോ? പോടാ, ദാ പിടിച്ചോ. കത്രീന വട്ടപ്പറമ്പിൽ, തൊമ്മിക്കുഞ്ഞ്, ക്ലീറ്റസ്. കത്രീന വട്ടപ്പറമ്പിൽ, തുമ്മിക്കുഞ്ഞ്, ക്ലീറ്റസ്. നമ്മുടെ ഊഹം തെറ്റിയിട്ടില്ല. ബോംബെക്ക് ഓർഡർ അയക്കുന്നത് ഈപ്പൻ, പക്ഷേ സ്വർണം വരുന്നത് വൃദ്ധസദനത്തിലെ അംഗങ്ങളുടെ പേരിലും. കസ്റ്റംസോ പോലീസോ പിടിച്ചാ കുടുങ്ങുന്നതാ പാവങ്ങളായിരിക്കും. പിടിക്കാറില്ലല്ലോ, അതിനുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിട്ടാ ഈപ്പൻ കളിക്കുന്നത്. ഇതിലൊരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ ബേബിച്ചായ. ഈപ്പന്റെ കള്ളക്കളികൾ വൃദ്ധമന്ദിരത്തിലെ അംഗങ്ങൾ അറിയില്ലേ? അവരറിഞ്ഞോളൊന്നുമില്ല. ബില്ലുമായിട്ട് വരുന്നത് ഈപ്പന്റെ ആൾക്കാരാ. പത്മനാഭനാചാരി മെന്റൽ കേസാ. എന്താ നടക്കുന്നെന്ന് പോലും അയാൾക്കറിയില്ല. ഈപ്പനെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യത്തെ ഒറ്റ. കസ്റ്റംസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല അയാൾ ഈ പ്രസ്ഥാനം നടത്തുന്നത്. കേരളത്തിലൊട്ടാകെ 8 സ്വർണ്ണക്കടകൾ ഈപ്പനുണ്ട്. പക്ഷെ ഒരു 200 കടകൾക്ക് വേണ്ടുന്ന സ്വർണം ഇതിനകം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ബോംബെ. അതായത് മറ്റ് കടകൾക്ക് വേണ്ടുന്ന സ്വർണം കൂടെ ഈപ്പന്റെ ഇടപാടല്ല നടക്കുന്നത്. അയാളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്ന പണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ്. പക്ഷേ ഇത്രയേറെ കള്ളപ്പണം കയ്യിലുള്ള ഒരാൾ എന്ത് ധൈര്യത്തിലാണ് കള്ളസ്വർണം വാങ്ങാൻ സ്വന്തം ചെക്ക് കൊടുക്കുന്നത്? അതിന് മാത്രം വൈറ്റ് മണി ഈപ്പന്റെ കയ്യിലുണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെങ്ങനെ? അനാഥ മന്ദിരങ്ങൾക്ക് വിദേശ സഹായം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അതിന് മതത്തിന്റെ പിൻബലം വേണോടാവേ. കോർപ്പസ് ക്രിസ്റ്റി ഈപ്പന്റെ സ്വന്തമല്ലേ? ഞങ്ങളുടെ ഒരു സീനിയർ ഓറിയന്റൽ സെൻട്രൽ ബാങ്കിലുണ്ട്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറാണ്. പേര് നാരായണൻകുട്ടി. ഏത് ബ്രാഞ്ച്? ഈപ്പച്ചൻ ചെക്ക് കൊടുക്കുന്ന ബ്രാഞ്ച് പാലക്കാട് മെയിൻ. ഈ നാരായണൻകുട്ടി ആളെങ്ങനെ? 24 hours തന്നെയാ സാറേ, ഫുൾ ടൈം വെള്ളം. ഈ ഞാൻ എത്ര വെള്ളം ഒഴിച്ചാലും കമ്പ്യൂട്ടർ വഴിയുടെ കാര്യത്തിൽ നാരായണൻകുട്ടി കിടിലനാണെന്ന് അയ്യമാര് പറയുന്നു. നല്ല ഓർമ്മശക്തിയാണല്ലേ, മെമ്മറി പവർ. അതുകൊണ്ടൊരു കാര്യം സാറേ, ബാങ്ക് ജോലിക്കാരനായിട്ടും എനിക്ക് പെണ്ണ് കിട്ടാത്തതിന് കാരണം ഈ വെള്ളോടിയെന്ന ഫാദർ പറയുന്നത്. അത് ചുമ്മാതെ. നല്ല നല്ല അമ്മായപ്പന്മാരെ കൈ കിട്ടിയ നാരായണൻകുട്ടി അവർ വെറുതെ വിടൂ. ഞാൻ നാരായണൻകുട്ടി ഫാദറോട് സംസാരിക്കട്ടെ. അതുകൊണ്ട് എന്ത് കാര്യം സാറേ, ഫുൾ ടൈം വെള്ള, 24 മണിക്കൂർ തണ്ണി. ആരെ? ഫാദർ. ഓ, അപ്പൊ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണല്ലേ? അപ്പൂപ്പനും അപ്പൂപ്പനും കുടിക്കും. ഓ, അപ്പൊ തണ്ണീൽ ഫാമിലി ആണല്ലേ? ഇവനിന്ന് എന്റെ ചവിട്ടുകൊണ്ട് ചാവും. നാരായണൻകുട്ടി കേട്ടോ, ഞങ്ങളുടെ ബേബി സാറിന് ഒരു കാര്യം അറിയണം. ഞങ്ങൾ നാരായണൻകുട്ടിയുടെ മെമ്മറി പവറിനെ കുറിച്ച് ഒരുപാട് പൊങ്ങച്ചങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നാറ്റിക്കരുത്. മെമ്മറി പവറിന്റെ കാര്യത്തിൽ നാരായണൻകുട്ടി ഒരു ഉസ്താദാ സാറേ. എന്തുവേണമെങ്കിലും ചോദിച്ചോ. അർജന്റീനയുടെ മുഖ്യമന്ത്രി, സ്വീഡന്റെ പ്രസിഡന്റ്, ആദ്യമായി നോബൽ സമ്മാനം നേടിയ മംഗോളിയൻ സാഹിത്യകാരന്റെ പേര്, എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പെടച്ചു കയറിയ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് ചോദിച്ചോ സാറേ. പോരട്ടെ. പിടിച്ചു നിൽക്കാൻ കരുത്ത് തരണേ കർത്താവേ. എനിക്കറിയേണ്ടത് അതല്ല നാരായണൻകുട്ടി. എനിക്കൊരാൾ ഇച്ചിരി കാശുതരാനുണ്ട്. അയാളുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലാ. നാളെ അറിയാൻ എനിക്കൊരു ചെക്ക് തരും. അയാളുടെ അക്കൗണ്ടിൽ അത്രയും ക്യാഷ് ബാലൻസ് ഉണ്ടോ എന്ന് അറിയാനാ. ഈപ്പൻ കുണ്ടുകുഴി, മലയിൽ ഈപ്പൻ, പേരങ്ങനെയൊക്കെ ആകാം. അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. അങ്ങനെ വരും. ഈപ്പൻ എന്ന പേരിൽ ഞങ്ങളുടെ ബാങ്കിൽ ഒരു അക്കൗണ്ടേ ഇല്ല. ഒരു മിനിറ്റ്.